ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് പറയാൻ പോകുന്നത് ഡൺ ഡൺ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. സിനിമയിൽ അഭിനയിച്ചിരുന്ന ജോൺ അബ്രഹാം, അർഷാദ് വർസി, ബോമൻ ഇറാനി, ബിപാഷ ബസു എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് വിവേക് അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നിടയ്ക്കൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു അടിപൊളി പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. ഈ പടം എങ്ങനെയുണ്ട്? ഈ പടം ഇറങ്ങിയിരിക്കുന്നത് 2007 ഇങ്ങനത്തെ ഫസ്റ്റ് പടമായിരുന്നു തോന്നുന്നു ഡയറക്റ്റ് ചെയ്ത പടം. എങ്ങനെയുണ്ട് ചോദിച്ചാൽ വേറെ ലെവൽ പടം. എന്താണെന്നറിയില്ല, ഈ പടത്തിൽ ഫസ്റ്റ് നെഗറ്റീവിൻ്റെ കാര്യം പറയാം. നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ 2007 ഇറക്കേണ്ട പകരം ഒരു ഇങ്ങോട്ട് തകർച്ച വാങ്ങിച്ചൊരു വർഷമാണ്. കുറച്ച് പടങ്ങളുണ്ട്. മീൻസ് ഇപ്പോൾ വെൽക്കം ടു എന്ന് പറയുന്ന ഒരു പടം. അയ്യോ, അത് കാണില്ല, എൻ്റെ പൊന്നെ വെറുത്തു പോയി ഇവരുടെ അഭിനയം. പിന്നെ സത്യമേവ ചെയ്ത ടു, പിന്നെ വേറൊരു പടം ഉണ്ടായിരുന്നില്ല, പാഗൽ പാണ്ടി. ഈ 3 പടവും ഓളത്തരമായിട്ട് കടം മുഴിഞ്ഞ് കിടക്കുന്ന സമയമായിരുന്നു അങ്ങേർക്ക്. ആ സമയത്ത് ഈ ഒരു പടം ഇറക്കിയിരുന്നുവെങ്കിൽ ഇറ്റ് വിൽ ബി ഹിറ്റ് എന്നല്ല, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയേനെ. പിന്നെ ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സത്യമാണ് കൈയടിച്ച് കാണിച്ചേനെ. OTTയിൽ ചെയ്ത പടം തോന്നുന്നു. കാരണം ആമസോൺ പ്രൈമിൽ കിടക്കണത്, ഇതിൻ്റെ റേറ്റിംഗ് കാണിക്കണത് 5 സ്റ്റാറിൽ 3.9 സ്റ്റാർസ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ OTTയിൽ എന്ത് ഹിറ്റായ പടമാണ് വിചാരിക്കാം. പിന്നെ ഇതിനു വേണ്ടി ബോൾ ചെയ്ത എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. പിന്നെ പടത്തിൽ അഭിനയിച്ചവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, അവരുടെ അഭിനയം നല്ലൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കണം ആരാന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഈ പടത്തിൽ മുഴുകിയിരുന്ന നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം മീൻസ് ഈ പടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെ ഇങ്ങനെ ത്രില്ലാണ്. മീൻസ് അതാരാ മ്യൂസിക് ചെയ്ത്, അതാരാണ് എഡിറ്റ് ചെയ്ത്, ഒന്നും നമുക്ക് ആരും ഈ മേക്കിങ് ചെയ്തതെന്ന് പോലും നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റൂല. അതൊരു അടിപൊളി പടം. മീൻസ് ഒന്നുപോലെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ ഈ ഡയറക്ടറിൻ്റെ പേര് മാത്രം നോക്കി. പ്രൊഡ്യൂസ് ചെയ്തത് UTV മോഷൻ പിക്ചേഴ്സാണ്. നമ്മുടെ ഏതായിരുന്നു നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് പ്രൊഡ്യൂസ് ചെയ്തവരാണ്. അവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് 19 കോടി, അടിച്ചത് 21 കോടിയാണ്. അക്കാലത്ത് ചിലപ്പോൾ വന്നതിന് ഫുട്ബോൾ ലവേഴ്സ് ഉണ്ടായിരുന്നിട്ടില്ലായിരിക്കും ഇന്ത്യയിൽ, എനിക്ക് അറിഞ്ഞൂടാട്ടോ. അക്കാലത്തൊന്നുമല്ലേ നെയ്മർ പറഞ്ഞത് ബ്രസീലിൽ വന്നത്? അല്ല, നെയ്മർ അല്ലല്ലോ, മെസ്സി എന്തോ ആ സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു. മെസ്സിയൊക്കെ വന്നൊരു സമയമല്ലേ ഇത്? അർജൻറ്റീന ടീമിൽ എന്തോ 2ാമത്തെ വേൾഡ് കപ്പ് എന്തോ കളിച്ച വർഷം എന്തോ ആണത്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ട് ഒരുത്തം പോലും അറിഞ്ഞില്ലടി. ഈ പടത്തിൻ്റെ റിവ്യൂ ഞാൻ നോക്കിയപ്പോൾ IMDb 5.1/10 കൊടുത്തിരിക്കണത്. റിവ്യൂസ് നോക്കിയപ്പോൾ നെഗറ്റീവ്. എന്നടാ ഇത്? ഇതൊക്കെയാണെങ്കിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ പടത്തിൽ അഭിനയിച്ചാൽ എല്ലാവരും മര്യാദയ്ക്ക് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഈ പടത്തിൽ അഭിനയിച്ചാൽ എല്ലാവരും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ നോക്കിയിട്ട് പോലില്ലേ. ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത ആൾ പൊളിച്ച്. അങ്ങാരി യൂട്യൂബ് മോശം പിക്ചേഴ്സ് അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. VFX ചെയ്തവന്മാരൊക്കെ പൊളിച്ചിട്ടുണ്ട്. മേക്കിങ് പൊളി. എനിക്ക് ആകെ ഇതിൽ സോങ്സും BGM ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതിലാകെ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഈ വർഷം എനിക്ക് തോന്നിയത്, ഈ തുടർച്ചയായി 3 പടം ഇറക്കിയിട്ട് അങ്ങേരെന്താണ് ഇങ്ങനത്തെ ഒരു 3 പടം ഇറക്കി. ആ സമയത്ത് എന്താണ് ഈ പടം ഇറക്കാൻ തരുന്നതെന്നാണ് എനിക്ക് ഒരു റിലീസ് എങ്കിലും ഇറക്കാനായിരുന്നു. കാരണം അങ്ങനെ ഫാൻ ബേസ് വരും ഈ പടത്തിന്. ഇപ്പോൾ ഒരു പടം ഉണ്ടായിരുന്നിട്ട് നമ്മുടെ കമലഹാസൻ രജനീകാന്തിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ബാബ. അതിന് ഫാൻ ബേസ് വന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് റിലീസാണ്.
തമിഴ്നാട്ടിൽ റിലീസ്, കേരളം അത് റിലീസ് പോലും ചെയ്തില്ല പട്ടികൾ. ഞാൻ തെറിയായിപ്പോൾ. ഈ സിനിമ റിലീസ് ചെയ്യിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പടത്തിന് ഒരു ഫാൻ ബേസ് ഇങ്ങനെ വന്നേനെ. കാര്യം പറയാം, വിവേക് അഗ്നിഹോത്രിക്ക് ഇപ്പോൾ ഓൾറെഡി ഫാൻ ബേസ് ഉണ്ട്. ബിക്കോസ് ഓഫ് കാശ്മീർ ഫയൽസ് എന്ന പടം ഡയറക്റ്റ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ചിലവർക്കൊന്നും ഈ ഡയറക്ടറിൻ്റെ പേര് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പടം ഇറങ്ങിയത് ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ മിനിഞ്ഞാന്നെന്തോ ഞാൻ ജോൺ അബ്രഹാമിൻ്റെ വേദയുടെ ട്രെയിലർ കണ്ട്. അപ്പം അത് കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ പടങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞാൻ വിചാരിച്ചപ്പോൾ ഇതിലോടൊപ്പം. അപ്പം ഞാൻ വെറുതെ ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് കണ്ട് ഒരു 12 മണിയായപ്പോൾ ഞാൻ അത് കണ്ട് തീർത്തു. നല്ല പടം, മസ്റ്റ് വാച്ച് മൂവി. പിന്നെ ഈ പടം ഞാൻ കണ്ടപ്പോൾ എനിക്ക് 2007 തന്നെ ഇറങ്ങിയ കമൽ അണ്ണൻ, നോട്ട് കമൽഹാസൻ, നമ്മുടെ മലയാളി ഡയറക്ടറായ കമൽ അണ്ണൻ ഡയറക്റ്റ് ചെയ്ത റഹ്മാൻ സാറ് നായകനായിട്ട് വന്ന റഹ്മാൻ സാറ്, പിന്നെ സലീം കുമാർ, ക്യാപ്റ്റൻ രാജു ഒക്കെ അഭിനയിച്ച ഗോൾ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഇതേപോലത്തെ ഒരു സ്റ്റോറിയാണ്, എന്നാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒരേ വർഷം റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു. രണ്ടിനും ഒരേപോലെയാണ് അവസ്ഥ. ഇതിന് 5.1, അതിന് 5.4 IMDb എന്ന്. പക്ഷേ ഇതിൽ ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് ഇതൊന്ന് 3.9 കിട്ടിയിട്ടുണ്ട്, 5 സ്റ്റാറിന് ഔട്ട് ഓഫ് 5. പക്ഷേ അതിന് 1 സ്റ്റാർ ഔട്ട് ഓഫ് 5 ആണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല കേട്ടോ. എന്തായാലും പടം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. പടം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.